ആരോഗ്യ വകുപ്പിന് ദേശീയ തലത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇവിടെ പറയുന്നത് സമയം വലിയ രീതിയിൽ എടുക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. ഞാൻ അത് ടേബിൾ ചെയ്യാം ഉത്തരം. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സർ, നമുക്കാണ് സംസ്ഥാനം 3.5 കോടി ജനങ്ങളുള്ള കേരളമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ തുക സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സംസ്ഥാനം. സർ, 1658 കോടി രൂപയാണ്. അതിനുള്ള ദേശീയ പുരസ്കാരം കഴിഞ്ഞ 3 വർഷമായി, ഈ വർഷം ഉൾപ്പെടെ തുടർച്ചയായി കേരളത്തിനാണ് ലഭിക്കുന്നത്. അങ്ങനെ ഒട്ടനേകം തലങ്ങളിൽ ആരോഗ്യ വകുപ്പിന് ഭക്ഷ്യസുരക്ഷയിൽ, ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടതാണ്, ഭക്ഷ്യസുരക്ഷയിൽ ദേശീയ തലത്തിൽ 1ാം റാങ്ക് കേരളത്തിനാണ് സാർ ഉള്ളത്. അങ്ങനെ ഒട്ടനേകം കാര്യങ്ങളിൽ കേരളത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് സംസ്ഥാനത്തിന് NQAS അക്രഡിറ്റേഷൻ ലഭിച്ച 172 ആരോഗ്യ സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഈ 2021-23 കാലയളവിൽ 139 സ്ഥാപനങ്ങൾക്ക് പുതുതായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ പുതുക്കാട് ആശുപത്രിയെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യം ഒന്ന് സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഈ വിഷയം ബഹുമാനപ്പെട്ട MLA തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിലുള്ള ഒരാളാണ് അവിടുത്തെ സൂപ്രണ്ട്. DPC കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് അവിടെ സൂപ്രണ്ടിനെ കൊടുക്കുന്നതിന് സാധിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഹുമാന്യനായ അംഗം ഈ സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. സർ, സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള കേന്ദ്ര വിഹിതങ്ങൾ നമുക്ക് കേരളത്തിന് ലഭ്യമാകുന്നില്ല എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മുന്നിലുണ്ട്. സർ, 2023-24 കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ഫണ്ടുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. 2521.99 കോടി രൂപയ്ക്കാണ് ROP ഗ്രാന്റായി കേന്ദ്രം അംഗീകാരം നൽകിയിരുന്നത്. ഇതിൽ ഈ വർഷം 1376.70 കോടി രൂപയാണ് ചെലവഴിക്കേണ്ടിയിരുന്നത്. NHM റിസോഴ്സ്, അടിസ്ഥാന സൗകര്യ വികസനം, കൈൻ ഗ്രാന്റ് എന്നീ വിഭാഗങ്ങളിലാണ് തുക അനുവദിക്കുന്നത്. ഈ തുകയിൽ സർ 60-40 എന്ന അനുപാതത്തിലാണ്. 60 കേന്ദ്രം, 40 സംസ്ഥാന സർക്കാർ. സർ, അതിൽ കേന്ദ്രം അനുവദിക്കേണ്ടത് 826.02 കോടിയാണ്. സംസ്ഥാനത്തിന് 550.68 കോടിയും. സർ, കേന്ദ്രം ഇതിൽ ഇപ്പോൾ 3 സാമ്പത്തിക വർഷത്തിന്റെ 3 പാദം പൂർത്തിയായി നമ്മൾ 4ാം പാദത്തിലാണുള്ളത്. പക്ഷെ 1 രൂപ പോലും, അത് ഈ 3 പാദം കൂടിയാകുമ്പോൾ 278.4 കോടി രൂപ കഴിഞ്ഞെങ്കിലും 1 ഗഡു പോലും അനുവദിച്ചിട്ടില്ല. സർ, ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ പരിഹരിക്കുന്നത്? സംസ്ഥാന സർക്കാർ അനുവദിക്കേണ്ട 40% വിഹിതം അനുവദിച്ചുകൊണ്ടാണ് NHM-ൽ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഇപ്പോൾ ശമ്പളം നൽകുന്നത്. ഇത് വലിയ രീതിയിൽ നമ്മുടെ പല മേഖലകളെ ബാധിക്കുന്നുണ്ട്. സർ, ഉദാഹരണം പറഞ്ഞാൽ പെരിറ്റോണിയൽ ഡയാലിസിസ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ച ഒരു ജനങ്ങൾ വലിയ രീതിയിൽ സ്വീകരിച്ച ഒരു പദ്ധതിയാണ്. അതിൽ കേന്ദ്രം ഒരു വിഹിതം നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ 1 രൂപ പോലും അവർ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിൽ അവർ പറയുന്ന ഒരു കാര്യം സർ, കോബ്രാൻഡിംഗ് നടത്തിയില്ല എന്നുള്ളതാണ്. പക്ഷെ കോബ്രാൻഡിംഗ് നടത്തിയിരുന്നു. ആ വാദം വാസ്തവ വിരുദ്ധമാണ്. സംസ്ഥാനത്ത് ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരുകൾ, കുടുംബാരോഗ്യ കേന്ദ്രം, താലൂക്ക് ആശുപത്രി, ജനകീയ ആരോഗ്യ കേന്ദ്രം, ആ പേരുകൾ നിലനിർത്തിക്കൊണ്ട് കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേരുകൾ കൂടി അതിനൊപ്പം ചേർത്ത് വെക്കാം എന്ന് പറഞ്ഞ് അത് ചേർത്ത് വച്ചു. പക്ഷെ എന്നിട്ടും കേന്ദ്രം സംസ്ഥാന സർക്കാരിന് അർഹമായിട്ടുള്ള തുക അനുവദിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. അത് വലിയ രീതിയിൽ സംസ്ഥാനത്തിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ ബാധിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. പ്രസക്തമായ ആഗോളതലത്തിൽ തന്നെ ലോകാരോഗ്യ സംഘടന ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വളരെ പരമപ്രധാനം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആരോഗ്യ വിഷയമാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ആന്റിബയോട്ടിക്കുകൾക്കെതിരെ രോഗാണുക്കൾ ആർജിക്കുന്ന പ്രതിരോധശേഷി, അതിനെ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. 2050 ആകുമ്പോഴേക്കും ലോകാരോഗ്യ സംഘടന പറയുന്നത് ലോകത്ത് 1 കോടി ആളുകൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് മൂലം മരണമടയും എന്നുള്ളതാണ്. സർ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണിത്. ഇതിലേക്ക് നമുക്ക് അഭിമാനത്തോടെ പറയാം, കേരള സംസ്ഥാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ വളരെ കൃത്യമായ ശാസ്ത്രീയമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത്. അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ആദ്യമായി രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് തലത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ തന്നെ പങ്കാളികളാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആന്റി ബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ എന്ന ഒരു ആശയം കൂടി കേരളം മുന്നോട്ട് വച്ചു. സർ, ലോകാരോഗ്യ സംഘടന പറയുന്ന ആക്സസ് ഗ്രൂപ്പിൽ പെടുന്ന ആന്റിബയോട്ടിക്കുകൾ അതിന്റെ ആ രീതിയിൽ തന്നെയാണോ വിനിയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിശകലനം നടത്തിക്കൊണ്ടാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ്, അതോടൊപ്പം തന്നെ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ഒക്കെ നടത്തിയാണ് അത് ചെയ്യുന്നത്. സർ, സംസ്ഥാനത്തെ 2
ആരോഗ്യ കേന്ദ്രങ്ങൾ, അത് ആദ്യം കോഴിക്കോട് കക്കോടിയിലുള്ള ആരോഗ്യ കേന്ദ്രമാണ്. അങ്ങനെ 2 ആരോഗ്യ കേന്ദ്രങ്ങൾ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആയി രാജ്യത്ത് തന്നെ നവംബറിലാണ് ആദ്യത്തെ കക്കോടിയിലെ ആരോഗ്യ കേന്ദ്രം നമുക്ക് ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ ആയത്. അങ്ങനെ 2 ആരോഗ്യ കേന്ദ്രങ്ങൾ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആയിട്ടുണ്ട്. ഈ വർഷം സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അവിടെ ഒതുങ്ങുന്നതല്ല, ജില്ലാതലത്തിലും ടെറിഷറി തലത്തിലും, അതായത് മെഡിക്കൽ കോളേജുകൾ, കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ ഉൾപ്പെടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി സർ, അത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഓവർ ദ കൗണ്ടർ ഫാർമസികളിൽ നിന്ന് മരുന്നുകൾ കൊടുക്കരുത്, ആന്റിബയോട്ടിക്കുകൾ കൊടുക്കരുത് എന്നുള്ളത്, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ. അത് ശക്തമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ഓപ്പറേഷൻ അമൃത് ആരംഭിച്ചു. നല്ല രീതിയിലുള്ള പ്രതികരണം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തപ്പെടാൻ നമുക്ക് കഴിയും. സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ആർദ്രം കർമ്മ പദ്ധതിയുടെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ തലം മുതൽ ആരോഗ്യ മേഖലയെ ശാക്തീകരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഇതിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ഒരു ബൃഹത് കർമ്മ പദ്ധതി നടപ്പിലാക്കി വരികയാണ്. ആയതിന്റെ ഭാഗമായി ആദ്യഘട്ടമായി 170 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും, രണ്ടാം ഘട്ടമായി 504 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും, മൂന്നാം ഘട്ടമായി 212 സ്ഥാപനങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നതിന് തെരഞ്ഞെടുക്കുകയുണ്ടായി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി പരിവർത്തനം ചെയ്യുമ്പോൾ ഒട്ടനേകം കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. കുടുംബത്തിന്റെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് ആശയം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ OP സൗകര്യവും ഒപ്പം സമഗ്ര പ്രാഥമിക ആരോഗ്യ പരിരക്ഷയും നൽകി വരുന്നു. പ്രിവെന്റീവ്, പ്രൊമോട്ടീവ്, ക്യൂറേറ്റീവ്, പാലിയേറ്റീവ്, റീഹാബിലിറ്റേറ്റീവ് സർവീസസ് ഇവ നൽകി വരുന്നു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങൾക്ക് ബോധവൽക്കരണം, രോഗപ്രതിരോധ കുത്തിവെപ്പുകൾ, പ്രാണിജന്യ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ, മറ്റു പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതികൾ, അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കുടുംബാസൂത്രണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തിവരുന്നു. ജീവിതശൈലി രോഗനിർണയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ 6 ദിവസവും NCD ക്ലിനിക്കുകൾ പ്രവർത്തിച്ചു വരുന്നു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് വിശ്രമിക്കുന്നതിനാവശ്യമായ കാത്തിരിപ്പ് മുറിവുകൾ, OP രജിസ്ട്രേഷൻ കൗണ്ടറുകൾ, രോഗി സൗഹൃദ ശുചിമുറികൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ശുചിമുറികൾ, ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കുന്നതിനായി റാമ്പ്, രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ പരിശോധനാ മുറികൾ, കാത്തിരിപ്പ് മുറികളിൽ രോഗികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിന് ഉതകുന്ന രീതിയിൽ ടെലിവിഷനുകൾ സ്ഥാപിക്കൽ, മറ്റ് നല്ല രീതിയിലുള്ള ഇരിപ്പിടങ്ങൾ, കുടിവെള്ള വിതരണം എന്നിവ നടപ്പിലാക്കുന്നു. കൂടാതെ മെച്ചപ്പെട്ട ലാബ് സൗകര്യങ്ങൾ, നഴ്സുമാരുടെ പ്രീ ചെക്കപ്പ് റൂം, കൗൺസിലിംഗ് സംവിധാനം, ഫാർമസി, ഇമ്മ്യൂണൈസേഷൻ മുറി, ആശ്വാസ്, സമ്പൂർണ്ണ മാനസികാരോഗ്യ പദ്ധതികൾ എന്നിവ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി ലഭ്യമാക്കി വരുന്നു. ഒപ്പം ഈ സ്ഥാപനങ്ങളിൽ മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ വിഭാഗങ്ങളിലായി 1830 അധിക തസ്തികകൾ സൃഷ്ടിക്കുകയുമുണ്ടായി. സർ, 172 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ക്ലിനിക്കുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗർഭിണികൾക്കുള്ള സേവനങ്ങൾ നൽകുന്നതിനായി ആഴ്ചയിലൊരിക്കൽ ആന്റിനേറ്റൽ ക്ലിനിക്കുകളും എല്ലാ ബുധനാഴ്ചയും കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും വഴി നൽകി വരുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിൽ RBSK പദ്ധതി മുഖേന കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും അംഗനവാടികളിലും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലുമായി കുട്ടികളിലെ 30 ആരോഗ്യ അവസ്ഥകൾക്കുള്ള പരിശോധന നടത്തിവരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങൾ വഴിയും തുടർ ചികിത്സകൾ നൽകി വരുന്നു. മൊബൈൽ യൂണിറ്റുകൾ വഴി ആദിവാസി തീരദേശ മേഖലകളിൽ പ്രത്യേക ക്യാമ്പുകളും കുട്ടികൾക്കായി നൽകി വരുന്നുണ്ട്. 2016 മുതൽ 2023 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തെ 17 അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ഡെന്റൽ യൂണിറ്റുകൾ സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലേക്കായി 414 വിഷൻ സെന്ററുകൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. കേരളത്തിലെ 9 സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, 39 നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, 115 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നീ സ്ഥാപനങ്ങൾക്ക് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് NQAS അംഗീകാരം ലഭിക്കുകയുണ്ടായി. സർ, വളരെ ദീർഘമായ മറുപടിയാണ്. സർക്കാർ കൈക്കൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണ് താഴെ തട്ടിലുള്ള, അതായത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും താഴെയുള്ള സബ് സെന്ററുകളെ ജനകീയ പങ്കാളിത്തത്തോടെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റുക എന്നുള്ളത്. അതിന്റെ ഭാഗമായി 5000-ലധികം സബ് സെന്ററുകൾ, ഉപകേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തെരഞ്ഞെടുക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ വർഷം സംസ്ഥാന
തലത്തിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി അവയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. സർ, ഇതിന്റെ ഭാഗമായി 3 ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാകും. അതായത് പണ്ട് സബ് സെന്ററുകൾ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ മാത്രമാണ് തുറന്ന് പ്രവർത്തിച്ചതെങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ പ്രവൃത്തി ദിവസങ്ങളിലെല്ലാം തന്നെ അവിടെ ആരോഗ്യ പ്രവർത്തകർ ഉണ്ടായിരിക്കും. 14ഓളം ടെസ്റ്റുകൾ അവിടെ തന്നെ നടത്താൻ സാധിക്കും. ജീവിതശൈലി രോഗങ്ങൾക്കുൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ മറ്റ് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ തന്നെ ഇവിടെ നിന്ന് കൊടുക്കുന്നതിന് സാധിക്കും. ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ, തുടർച്ചയായി കഴിക്കേണ്ട മരുന്നുകൾ, NCDയുടെ മെഡിസിൻസ് ഒക്കെ ഇവിടെ നിന്ന് ലഭ്യമാകും. വളരെ പ്രധാനപ്പെട്ട കാര്യം സാർ, ഇതൊരു പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളെ അതിന് ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു ഇടം കൂടിയാണ്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള വ്യായാമം ചെയ്യുന്നതിനുള്ള ഓപ്പൺ ജിമ്മുകൾ, ഗർഭിണികൾക്ക് ഒന്നിച്ചിരുന്ന് അവർക്ക് വ്യായാമം ചെയ്യുന്നതിനും യോഗ ഉൾപ്പെടെ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, വയോജനങ്ങൾക്ക് ഒന്നിച്ചു വരുന്നതിനുള്ള ഇടങ്ങളൊക്കെ തന്നെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഭാഗമായി വളരെ മനോഹരമായി ജനകീയ പങ്കാളിത്തത്തോടെ സജ്ജമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പൊതുജനാരോഗ്യ മേഖലയിലെ നല്ലൊരു ഇടപെടലായിട്ടാണ് സർക്കാർ കാണുന്നത്. സർ, സംഘം ചോദിച്ച ചോദ്യത്തിന്റെ കുറച്ച് ഉത്തരങ്ങൾ ഈ ഫ്ലോറിൽ ടേബിൾ ചെയ്ത സി പാർട്ടിൽ, ഉത്തരത്തിന്റെ സി പാർട്ടിൽ 153 ചോദ്യത്തിന്റെ സി പാർട്ടിലുണ്ട്. ആ കാര്യം ഞാൻ പറയുന്നില്ല. ശൈലി ആപ്പ് രൂപീകരിച്ചുകൊണ്ട് 30 വയസ്സിന് മുകളിൽ നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ 1,70,00,000 ആളുകളാണ്. ആ 1,70,00,000 ആളുകളെ വാർഷിക ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത്. അത് നവകേരള കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായി ആർദ്രം മിഷനിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അതായത് ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ആശുപത്രികളുടെയും അടിസ്ഥാന സൗകര്യം ഉയർത്തുന്നതും മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഈ ആർദ്രം മിഷൻ ആർദ്രം 2ൽ നവകേരള കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായി ആർദ്രം മിഷനിലൂടെ നമ്മൾ ആവിഷ്കരിക്കുന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ളത് സാർ, രോഗനിർമ്മാർജ്ജനം, രോഗപ്രതിരോധം, ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം, ക്യാൻസർ രോഗ നിയന്ത്രണം, ഇതൊക്കെയാണ് സർ. സർ, ഇവിടെ ഇതിന്റെ ഭാഗമായി ആദ്യ വർഷം വാർഷിക ആരോഗ്യ പരിശോധന നടത്തി. ഇന്നലെ വരെയുള്ള കണക്ക് 1,53,00,000 ആളുകളെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയം ആക്കിയപ്പോൾ രക്താതിസമ്മർദ്ദമുള്ള ഏതാണ്ട് 30% ആളുകളെ പുതുതായിട്ട് കണ്ടെത്തുന്നതിന് സാധിച്ചു. സർ, 7,08,965 ആളുകൾക്കാണ് പുതുതായിട്ട് ഹൈപ്പർ ടെൻഷൻ, രക്താതിസമ്മർദ്ദം ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ 61,647 ആളുകൾക്ക്, അതായത് 2.6% ആളുകൾക്ക് പുതുതായിട്ട് പ്രമേഹവും കണ്ടെത്തിയിട്ടുണ്ട്. സർ, 2ാം ഘട്ടത്തിലുള്ള ഈ വാർഷിക ആരോഗ്യ പരിശോധന ഇപ്പോൾ ആരംഭിക്കുകയാണ്. കൂടുതൽ രോഗങ്ങൾ ഇതിന്റെ ഭാഗമായി സ്ക്രീൻ ചെയ്യുന്നതിനുള്ള 2ാം ഘട്ട സർവേയുടെ ഭാഗമായി ചോദ്യാവലിയിൽ കുഷ്ഠരോഗം, മാനസിക രോഗം, കാഴ്ച കേൾവി പ്രശ്നങ്ങൾ, വയോജനങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ മുതലായവ കണ്ടെത്തുന്നതിനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം 15-ാം തീയതിയോടുകൂടിയാണ് സർ 2ാം ഘട്ട സർവേ ആരംഭിക്കുന്നത്. സർ, അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് 25 ആശുപത്രികളിൽ, RCCയും MCCയും CCCയും മെഡിക്കൽ കോളേജുകളും അല്ലാതെ 25 ആശുപത്രികളിൽ ക്യാൻസർ രോഗ ചികിത്സ, കീമോതെറാപ്പി നമ്മൾ വികേന്ദ്രീകരിച്ച് 1.5 ലക്ഷത്തോളം ആളുകൾ അവിടെ OP-ക്കായി എത്തുന്നുണ്ട്, കീമോ എടുക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. അതുകൂടാതെ ക്യാൻസർ ഗ്രിഡുകൾ രൂപീകരിച്ചു. ക്യാൻസർ സ്യൂട്ടുകൾ, അതായത് ഈ ശൈലി ആപ്പിലൂടെ സ്ക്രീൻ ചെയ്യുന്ന ആളുകൾ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ട് അവരെ തുടർ ഫോളോ അപ്പ് നടത്തുന്നതിനുള്ള ക്യാൻസർ സ്യൂട്ടുകൾ കൂടി സർ രൂപീകരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രിയുടെ സന്ദർശനങ്ങളുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ എല്ലാ താലൂക്ക് ആശുപത്രികളും, ജില്ലാ ആശുപത്രിയും ജനറൽ ആശുപത്രിയും ഒക്കെ അടുത്തിടെ സന്ദർശിച്ചിരുന്നു. ബഹുമാനപ്പെട്ട MLA പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെ ഞാൻ സന്ദർശനം നടത്തിയിരുന്നു. സർ, പല ആരോഗ്യ കേന്ദ്രങ്ങളും പഴയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ബോർഡ് മാറ്റിവെച്ച് താലൂക്ക് ആശുപത്രികളാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ആ ഒരു സൗകര്യങ്ങളിൽ നിലനിൽക്കുന്ന ആശുപത്രികളാണ് ഉള്ളത്. സർ, സർക്കാർ കാണുന്നത് ആർദ്രം മിഷനിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രി തലം മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ലഭ്യമാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രി, അവിടെ നമ്മൾ പുതിയൊരു കെട്ടിടം അവിടെ പണിയുന്നുണ്ട്. അപ്പോൾ ആശുപത്രികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് തന്നെയാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. സർ, ഈ താലൂക്ക് ആശുപത്രി സന്ദർശനത്തിന്റെ ഭാഗമായി ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ ഒരു വലിയ പിന്തുണ കൂടി നമുക്കത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാരിനൊപ്പം ചേർന്നുകൊണ്ട് ഒരു പൊതുസമൂഹം കൂടി അതിന് വലിയ പിന്തുണ നൽകാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം എല്ലാ ആശുപത്രികളിലും നമുക്ക് ഡയാലിസിസ്, അതായത് ഡയാലിസിസ് ഇല്ലാത്ത ആശുപത്രിയിൽ ഡയാലിസിസ് സൗകര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സർ, ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രി 3,000-4,000 ആളുകളാണ് സർ ഒരു ദിവസം അവിടെ OP-യിലെത്തുന്നത്. ഒരു മെഡിക്കൽ കോളേജിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് അവിടെയുള്ളത്. അങ്ങനെയുള്ള ആശുപത്രികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആശുപത്രികളിൽ പുതുതായി കൂടുതൽ സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സർ, അതുകൊണ്ടാണ് 8,000-ലധികം കോടി രൂപയാണ് കിഫ്ബിയിലൂടെ ആശുപത്രികളുടെ വികസനത്തിന് വേണ്ടി, അതായത് വർഷങ്ങൾക്ക് മുൻപ് നമുക്കത് ചിന്തിക്കുക പോലും കഴിയുമായിരുന്നില്ല. അത്യാധുനിക രീതിയിലുള്ള OP സംവിധാനങ്ങളാണ്, IP സംവിധാനങ്ങളാണ് ആശുപത്രികളിൽ ഒരുങ്ങുന്നത്. ബഹുമാനപ്പെട്ട MLA-യുടെ
നിയോജക മണ്ഡലത്തിൽ വരുന്ന പെരിന്തൽമണ്ണ ആശുപത്രിയിലും അതിന് തക്കവണ്ണമുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്നുള്ളത് മാത്രമല്ല ആ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രോപ്പറായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടി പ്രാദേശികമായി നടത്തേണ്ടത്.